Life from birth is an ongoing process of learning. ജന്മം മുതൽ ജീവിതം ഒരു പഠനത്തിന്റെ ഒരു പ്രക്രിയയാണ്. And we continue learning till our death. നമ്മുടെ മരണം വരെ നാം പഠിച്ചുകൊണ്ടേയിരിക്കും. So much of our time and effort is occupied by the time for learning and acquiring knowledge. നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ജീവിതത്തെക്കുറിച്ച് അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി നാം ചെലവിടുന്നു. Why we should be taking so much of learning, so much of time? എന്തുകൊണ്ടാണ് നാം ഇത്രമാത്രം സമയം പഠനത്തിനായിട്ട് എടുക്കുന്നത്? Because we want to know the world where we live. കാരണം നാം ജീവിക്കുന്ന ഈ ലോകത്തെ നമുക്ക് അറിയണം. And we want to locate our position in this world. നമ്മുടെ സ്ഥാനത്തെ അവിടെ നാം ഉറപ്പിക്കണം. And we want to adapt to this world. ഈ ലോകത്തോട് നമ്മെ തന്നെ അനുരൂപപ്പെടുത്തി എടുക്കണം. And most of all, we want to advance in this world. ഈ ലോകത്തിൽ നമുക്ക് മുന്നേറണം. Yeah, that's in summary. The whole purpose of learning and knowledge and all degrees ultimately is that. പഠനത്തിന്റെ എല്ലാ ബിരുദ സമ്പാദനത്തിന്റെയും പ്രാഥമികമായിരിക്കുന്ന ഉദ്ദേശം അത് തന്നെയാണ്. We say it's knowledge, what we seek. നാം പറയുന്നു നാം അന്വേഷിക്കുന്നത് അറിവിനെയാണ് എന്ന്. But there are so much of life which doesn't come under the purview of physical knowledge. ഈ ഭൗതിക ജ്ഞാനത്തിന്റെ കീഴിലല്ല എല്ലാ അറിവും അടങ്ങിയിരിക്കുന്നത്. Man has so much questions unanswered on life. Learned men, scholars, all of them have questions unanswered. മനുഷ്യന് നിരവധിയായിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പഠിച്ചവർക്കും പാണ്ഡിത്യമുള്ളവർക്കും ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങളുണ്ട്. There are questions even Einstein or Michael Faraday or Thomas Edison couldn't answer. ഐൻസ്റ്റീൻ ആകട്ടെ, മൈക്കൽ ഫാരഡേക്കാകട്ടെ, തോമസ് എഡിസൺ ആകട്ടെ, ഉത്തരം ലഭിക്കാത്ത ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. What is the origin of life? ഈ ജീവിതത്തിന്റെ ഉത്ഭവം എവിടെയാണ്? Who am I? ഞാൻ ആരാകുന്നു? Where am I going? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? What is life? എന്താണ് ജീവിതം? What is the meaning of life? ഈ ജീവിതത്തിന്റെ അർത്ഥം And എന്താണ്? what's the purpose of life? ഈ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? Where did man get the moral and the virtue sense? ഈ ധാർമ്മിക ബോധവും സൽഗുണ ബോധവും മനുഷ്യന് ലഭിച്ചത് എവിടുന്നാണ്? And in spite of this moral and virtue sense, why man is inclined to sin? സൽഗുണ ബോധം, ധാർമ്മിക ബോധം ഇവയെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ എന്തുകൊണ്ടാണ് തിന്മയിലേക്ക് ഉന്മുഖനായിരിക്കുന്നത്? And wherever in the world you go, be it in a forest or in a great city, you find man in worship having a deity. What's the reason behind that? നാം എവിടെ പോയാലും, കാട്ടിലാകട്ടെ വലിയ പട്ടണങ്ങളിലാകട്ടെ, എവിടെ പോയാലും മനുഷ്യന് ഒരു ഈശ്വര സങ്കല്പമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നതാണ്. എവിടെ നിന്നാണ് മനുഷ്യന് ആ ഈശ്വര സങ്കല്പം ലഭിച്ചത്? There are questions of life and existence, ജീവിതത്തെ സംബന്ധിച്ചും അസ്തിത്വത്തെ സംബന്ധിച്ചും ചോദ്യങ്ങളുണ്ട്. and questions of meaning and morality. ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളുണ്ട്. There are questions of physical knowledge cannot answer. ഭൗതിക ജ്ഞാനത്തിന് ഉത്തരം നൽകുവാൻ പറ്റാത്ത അനേക ചോദ്യങ്ങളുണ്ട്. This means so much of life is outside the purview of the physical knowledge. അതിന്റെ അർത്ഥം ഈ ഭൗതിക ജ്ഞാനത്തിന് വെളിയിലാണ് ജീവിതത്തിന്റെ പല കാര്യങ്ങളും ഇരിക്കുന്നത്. There are so many questions. Only a certain order of knowledge can answer that which is beyond the physical knowledge. അനേക ചോദ്യങ്ങളുണ്ട്. മറ്റൊരു തലത്തിലുള്ള അറിവിന് മാത്രം ഉത്തരം നൽകാൻ തക്ക പര്യാപ്തമായിരിക്കുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട് ജീവിതത്തിൽ. There is an order of knowledge beyond the physical knowledge. ഭൗതിക ജ്ഞാനത്തിന്റെ വെളിയില് ഒരു തലമുണ്ട്. That is what Jesus was conversing with Nicodemus. യേശു കർത്താവ് നിക്കോദെമോസിനോടുള്ള സംസാരവേളയിൽ അതിനെക്കുറിച്ചാണ് പരാമർശിച്ചത്. John chapter 3 verse 3.
യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Nicodemus was a very godly person. നിക്കോദിമോസ് ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. He had a kind of faith in Christ. അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. He had witnessed the miracles of Jesus. അദ്ദേഹം യേശു കർത്താവിന്റെ അനേക അത്ഭുതങ്ങൾക്ക് സാക്ഷിയാണ്. He was convinced that Jesus came from God. അവന് അറിയാമായിരുന്നു യേശു ദൈവത്തിൽ നിന്നാണ് വന്നതെന്ന്. He had great respect for Jesus Christ. യേശു കർത്താവിനോട് അദ്ദേഹത്തിന് ഏറെ ബഹുമാനമുണ്ടായിരുന്നു. But while they were conversing, John 3:3, what did Jesus say to Nicodemus? യോഹന്നാൻ 3:3 യേശു കർത്താവ് എന്താണ് നിക്കോദിമോസിനോട് പറയുന്നത്? യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. Verily, verily, amen, amen, which means truly, truly, I tell you. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. Yes. Truly, truly, I tell you. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. If Jesus has to say, Jesus only says truth. But if he has to say, truly, truly, I tell you. യേശു കർത്താവ് പറയുമ്പോൾ സത്യമേ പറയൂ. പക്ഷെ ഇവിടെ യേശു പറയാണ് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. Unless a man is born again, he cannot see the kingdom of God. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഒരു മനുഷ്യൻ ദൈവരാജ്യം കാണുകയില്ല. So here Jesus is indicating two spheres, two realm of existence. ഇവിടെ യേശു കർത്താവ് സൂചിപ്പിക്കുന്നത് രണ്ട് തലത്തെക്കുറിച്ചാണ്. The natural realm and the spiritual realm. ഒരു സ്വാഭാവിക പ്രാകൃത തലം, ഒരു ആത്മീയ തലം. And this natural realm cannot enter the spiritual realm. ഈ പ്രാകൃത തലത്തിന് ആത്മീക തലത്തിലേക്ക് പ്രവേശിക്കുക അസാധ്യമാണ്. Leave alone the natural cannot enter the spiritual. It cannot even see the spiritual realm. പ്രാകൃത തലത്തിന് ആത്മീക തലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന കാര്യം പോട്ടെ, ആ ആത്മീക തലത്തെ കാണാൻ പോലും പറ്റത്തില്ല. See, this was the dilemma of Nicodemus. ഇതായിരുന്നു നിക്കോദിമസിന്റെ പ്രതിസന്ധി. He was in the natural realm. അദ്ദേഹം സ്വാഭാവിക പ്രാകൃത തലത്തിൽ, And he was speaking of the spiritual realm. എന്നിട്ട് ആത്മീക തലത്തെക്കുറിച്ചാണ് He had സംസാരിക്കുന്നത്. opinions on the spiritual realm. അദ്ദേഹത്തിന് ആത്മീക തലത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. He thought he knew so much about the spiritual realm. അദ്ദേഹം വിചാരിച്ചത് ആത്മീക തലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഏറെ അറിവുണ്ടെന്നായിരുന്നു. In fact, Jesus didn't prolong that conversation. യഥാർത്ഥത്തിൽ യേശു കർത്താവ് ആ സംഭാഷണത്തെ തുടർന്നു കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. No more discussion. ഇനി അധികം ഡിസ്കഷൻ വേണ്ട. All what you are going to speak of spiritual realm is just nonsense. നീ ആത്മീക തലത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നതൊക്കെയും തീർച്ചയായും അസംബന്ധമായിരിക്കും. Because you are trying to see the spiritual from the natural. എന്തുകൊണ്ടെന്നാൽ നീ ആത്മീക തലത്തെ ഈ സ്വാഭാവിക പ്രാകൃത തലത്തിൽ നിന്നുകൊണ്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. I call this Nicodemus dilemma. ഇതിനെ ഞാൻ വിളിക്കുന്നത് നിക്കോദിമോസ് പ്രതിസന്ധി എന്നാണ്. Yeah, this is a dilemma. ഇതൊരു പ്രതിസന്ധിയാണ്. Lot of people are facing. ഈ പ്രതിസന്ധി അനേക മനുഷ്യർ അനുഭവിക്കുന്നു. Not just people outside the church, but many people even in the church are facing the dilemma. സഭയ്ക്ക് വെളിയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, സഭയ്ക്കുള്ളിലും ഈ പ്രതിസന്ധി അനേകരും അനുഭവിക്കുന്നു. And this dilemma was all along through history. ഈ പ്രതിസന്ധി ചരിത്രത്തിലുടനീളം നാം കാണുന്നു. And this was a dilemma even the multitude around Jesus faced. യേശു കർത്താവിന്റെ ചുറ്റുപാടും കൂടിയിരുന്ന ആ ആൾക്കൂട്ടം, ജനക്കൂട്ടവും ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. They came around to see, to hear the teachings of Christ. യേശു കർത്താവിന്റെ അടുക്കൽ അവർ വന്നത് യേശു കർത്താവിനെ കാണുവാൻ, യേശു കർത്താവിന്റെ വാക്കുകൾ ശ്രവിക്കുവാൻ അവർ കൂടി വന്നു. They had such an admiration for Jesus. അവർക്ക് യേശു കർത്താവിനോട് വളരെ വളരെ ബഹുമാനമുണ്ടായിരുന്നു, വളരെ അപ്രിസിയേഷൻ They ഉണ്ടായിരുന്നു. wouldn't allow anyone to touch Jesus because they were so taken up with the charisma of Jesus. യേശു കർത്താവിന്റെ ആ ദൈവിക പ്രകൃതം അവർ ഏറെ വിലമതിച്ചു. And they would allow no one to touch him. അതുകൊണ്ട് മറ്റാരും അദ്ദേഹത്തെ തൊടുവാൻ അവർ അനുവദിച്ചില്ല. They were so worshipful of Jesus. അവർ യേശു കർത്താവിനെ വളരെ ആരാധ്യനായിട്ട് കണ്ടു. And normally anyone would
think they are people who know Jesus and who are with Jesus and who are with the purpose of Jesus. അതുകൊണ്ട് ആർക്കും തോന്നിപ്പോകും അവർ യേശു കർത്താവിനെ അറിഞ്ഞിരുന്നു, യേശു കർത്താവിന്റെ കൂടെയാണ്, അവർ യേശു കർത്താവിന്റെ വകയാണെന്ന് ആരും ധരിച്ചു പോകും. But you know, they actually missed the Christ of God. എന്നാൽ നിങ്ങൾക്കറിയാമോ, അവർ വാസ്തവത്തിൽ ദൈവത്തിന്റെ ക്രിസ്തുവിനെ കാണാൻ പറ്റാത്തവരായിരുന്നു. They knew Jesus. അവർക്ക് യേശുവിനെ അറിയാമായിരുന്നു. They missed the Christ of God. എന്നാൽ അവർ ദൈവത്തിന്റെ ക്രിസ്തുവിനെ കണ്ടില്ല. They missed the Savior. അവർ രക്ഷകനെ കണ്ടില്ല. They missed the Redeemer. അവർ വീണ്ടെടുപ്പുകാരനെ കണ്ടില്ല. They missed God's Son sent for us. അവർ ദൈവത്തിന്റെ പുത്രൻ, നമുക്ക് വേണ്ടി അയക്കപ്പെട്ട ദൈവപുത്രനെ കണ്ടില്ല. Even today you have this multitude spirituality. ഇന്നും ഈ ആൾക്കൂട്ട ആത്മീയത നമുക്ക് കാണാം. So grateful of Jesus. യേശു കർത്താവിനോട് നന്ദിയുള്ളവർ, So much venerity of Jesus. യേശു കർത്താവിനോട് ആദരവുള്ളവർ. Wherever the name of Jesus is, they flock around. എവിടെയൊക്കെ യേശുവിന്റെ നാമം കേൾക്കുന്നു അവിടെയെല്ലാം അവർ കൂടി വരുന്നു. They speak so highly of Jesus. യേശു കർത്താവിനെ കുറിച്ച് വളരെ വലുതായിട്ട് അവർ സംസാരിക്കുന്നു. They have so much to witness about Jesus. യേശു കർത്താവിനെ കുറിച്ച് അവർ സാക്ഷിക്കുന്നു. But when it comes to the kingdom of God, they are blind. എന്നാൽ ദൈവരാജ്യത്തിനടുത്തേക്ക് വരുമ്പോൾ അവർ അന്ധരാണ്. They don't see beyond Jesus, who is the Christ of God. യേശു എന്നതിനപ്പുറം ദൈവത്തിന്റെ ക്രിസ്തു എന്ന നിലയിൽ അവർ യേശുവിനെ കാണുന്നില്ല. They know of miracles. അവർക്ക് അത്ഭുതങ്ങൾ അറിയാം. They know how Jesus can heal a leper. അവർക്ക് യേശു എങ്ങനെയാണ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതെന്ന് They know how Jesus can deliver a person out of a crisis. ഒരു പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ യേശുവിന് ഒരു മനുഷ്യനെ വിടുവിക്കാൻ But they പറ്റുമെന്ന് don't അവർക്കറിയാം. know of eternal life in the Spirit which Christ came to give. പക്ഷേ അവരുടെ ആത്മാവിൽ നൽകുന്ന നിത്യജീവൻ യേശു അതാണ് കൊണ്ടുവരുന്നത്. അത് കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. I fear there are many people who know a familiar Jesus. ഞാൻ ഭയപ്പെടുന്നു, അനേകരുണ്ട് ഒരു സാധാരണ കർത്താവിനെ അറിയുന്ന അനേക A വ്യക്തികൾ, familiar Jesus. വളരെ പരിചിതമായിരിക്കുന്ന ഒരു യേശു, A familiar Jesus in the വളരെ church. പരിചിതനായിരിക്കുന്ന ഒരു ക്രിസ്തു സഭയില്, A familiar Jesus in the songs. ഇത് നമ്മുടെ പാട്ടുകളില്, A familiar Jesus in the preaching. സന്ദേശങ്ങളില്, A familiar Jesus in the songs. ഒരു പരിചിതനായിരിക്കുന്ന യേശു പാട്ടുകളിലുണ്ട്. But can never say, my Savior and my Lord, I worship you. എന്നാൽ അവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല, എന്റെ രക്ഷക, എന്റെ കർത്താവേ, ഞാൻ അങ്ങേ Their ആരാധിക്കുന്നു. inner eyes are not open to see the Savior. അവരുടെ ആന്തരിക നയനങ്ങൾ രക്ഷകനായിരിക്കുന്ന യേശുവിനെ കാണുവാൻ തക്കവണ്ണം തുറക്കപ്പെട്ടിട്ടില്ല. And that is why Jesus said, Nicodemus, he was a very good man, yet Jesus told him, you need to be born again. നിക്കോദെമോസ് ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. എന്നിട്ടും യേശു കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. Oh, he could be a good man. ഒരു നല്ല മനുഷ്യനായിരിക്കാം. You may be quite regular to church. നിങ്ങൾ സഭയിലേക്ക് വളരെ കൃത്യമായിട്ട് You വരുന്നവരായിരിക്കാം. enjoy the singing in the church. നിങ്ങൾ സഭയിൽ ചേർന്ന് വന്ന് You are പാടുന്നുണ്ടാവാം. involved in a lot of things in the church. സഭയിലെ അനേക കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കാം. But that doesn't make you born again. എന്നാൽ അത് നിങ്ങളെ ഒരു വീണ്ടും ജനിച്ച വ്യക്തിയാക്കുന്നില്ല. And none of these things are a substitute to be born again. വീണ്ടും ജനനത്തിന് ഈ പറഞ്ഞ യാതൊരു കാര്യങ്ങളും പകരമാവുകയില്ല. Brother, my friend, come to Jesus Christ as a sinner. സഹോദര, എൻ്റെ സുഹൃത്തെ, യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് നീ ഒരു പാപി എന്ന നിലയിൽ വരിക. Christ, you alone can fill the void of my heart. ക്രിസ്തുവേ, അവിടുത്തേക്ക് മാത്രമേ എൻ്റെ ഹൃദയത്തിൻ്റെ ആ ശൂന്യതയെ നികത്തുവാൻ Oh, കഴിയൂ. your life fill in my spirit. അവിടുത്തെ ജീവൻ എൻ്റെ ആത്മാവിൽ നിറയണം. Jesus says you need to be born again. യേശു പറയുന്നു, നീ വീണ്ടും ജനിക്കണം. Your birthday means
once a certain day you were born after the flesh. ജഡപ്രകാരം നീ ഒരു ദിവസം ജനിച്ചു എന്നതാണ് നിന്റെ ജന്മദിനം കൊണ്ട് The അർത്ഥമാക്കുന്നത്. great day we celebrate with payasam and cake and people around it just means after the flesh you were born on earth on a certain day. ഒരു പ്രത്യേക ദിവസം നീ ഈ ഭൂമിയിൽ ജനിച്ചു എന്ന കാര്യത്തെയാണ് പായസം കൊണ്ടും കേക്ക് കൊണ്ടും ആൾക്കൂട്ടം കൊണ്ടും ഒക്കെയും നീ പ്രസ്താവിക്കുന്നത്. But you should have a greater birthday. എന്നാൽ നിങ്ങൾക്ക് ഇതിലും വലുതായിരിക്കുന്ന ഒരു ജന്മദിനം You need a ഉണ്ടായിരിക്കണം. second birthday. നിനക്ക് രണ്ടാമതൊരു ജന്മദിനം A ഉണ്ടാവേണം. birthday after the spirit. ആത്മാവിലുള്ള ഒരു ജന്മദിനം. Not the life you inherited from your parents. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആ ജന്മത്തിൻ്റെതല്ല. No, the life you inherit from the Father in heaven. ഈ ജന്മദിനം പിതാവിന്റെ പക്കൽ നിന്ന് ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച ആ ജന്മത്തിന്റെ ദിനം. The life you receive from the Father. പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആ ജീവൻ. Hallelujah. ഹല്ലേലൂയ. Everyone should be born again. എല്ലാ വ്യക്തികളും വീണ്ടും ജനിച്ചേ മതിയാവൂ. Only then salvation becomes yours. എങ്കിൽ മാത്രമേ രക്ഷ നിങ്ങളുടെ സ്വന്തമാവൂ. Only then Christ shall become personal to you. എങ്കിൽ മാത്രമേ ക്രിസ്തു നിങ്ങൾക്ക് വ്യക്തിപരമായി തീരൂ. Only then God, so distant in heaven, shall be so near, and you can hold your hands with him and say, my daddy. എങ്കിൽ മാത്രമേ ഉയരത്തിലിരിക്കുന്ന ദൂരത്തിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാവുകയും അവിടുത്തെ കരം പിടിച്ചിട്ട് എൻ്റെ അപ്പച്ച എന്ന് എനിക്ക് പറയുവാൻ And കഴിയും. only then the kingdom, the spiritual realm, the things of God will become open to you. എങ്കിൽ മാത്രമേ ഈ ആത്മീയ തലം ദൈവത്തിന്റെ രാജ്യം അത് നമുക്ക് തുറന്ന് ലഭിക്കുകയുള്ളൂ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Songs are not just tunes and words. പാട്ടുകൾ എന്ന് പറയുന്നത് വാക്കുകളും ഈണവുമല്ല. The ministry of the word is not nice sentences and beautiful expressions. വചന ശുശ്രൂഷ എന്ന് പറയുന്നത് നല്ല വാക്കുകളും നല്ല പറച്ചിലുകളുമല്ല. The presence of God is just an imagination. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു സങ്കല്പമല്ല. When you are born again, you are entering the spirit of singing. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾ പാട്ടിന്റെ ആത്മാവിലേക്കാണ് പ്രവേശിക്കുന്നത്. When you are born again, you are entering God's word. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾ പ്രവേശിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലേക്കാണ്. You are entering God's presence. നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. Born of the Spirit. ആത്മാവിൽ ജനിച്ചവർ. ഹല്ലേലൂയ. Amen. 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 Now, once you are born again, നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ your spiritual senses are awakened. നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ സജീവമാകുന്നു. Till you are born again, your spirit is dead. വീണ്ടും ജനിക്കുന്നത് വരെ ആത്മീയമായി മരണാവസ്ഥയിലാണ്. When God raises you up to life, എന്നാൽ ദൈവം നിങ്ങളെ ജീവിപ്പിക്കുമ്പോൾ your spiritual senses to get quickened. നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങളും സജീവമാകുന്നു. And you start experiencing things from within. ഉള്ളിൽ നിന്ന് കാര്യങ്ങളെ അനുഭവിക്കുവാൻ തുടങ്ങുന്നു. You have known the world with your external senses. നിങ്ങൾ ലോകത്തെ അറിഞ്ഞത് നിങ്ങളുടെ ബാഹ്യമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. Your eyes, your ears, നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കാതുകളും your smell and touch, നിങ്ങളുടെ ഘ്രാണവും നിങ്ങളുടെ സ്പർശനവും and your taste. These are the ways we have known the world. നിങ്ങളുടെ രുചികളും ഈ വിധത്തിലാണ് നിങ്ങൾ ലോകത്തെ അറിഞ്ഞു The പോകുന്നത്. great news is that in your spirit, God has vested these inner senses
for you to see the mysteries of the kingdom. എന്നാൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യം എന്തെന്നോ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ ചില ഇന്ദ്രിയങ്ങളെ, ആത്മീയ ഇന്ദ്രിയങ്ങളെ വെച്ചിട്ടുണ്ട്. അത് തുറന്ന് ദൈവത്തിന്റെ ലോകത്തെ കാണുവാൻ. Hebrews chapter 6 says, എബ്രായ ലേഖനം 6-ാം അധ്യായം, there we read, having been enlightened to see. അവിടെ നാം വായിക്കുന്നു, നിങ്ങളുടെ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടു. And you tasted the heavenly gift. നിങ്ങൾ സ്വർഗീയ ദാനങ്ങളെ ആസ്വദിച്ചു. You tasted the good word of God. നിങ്ങൾ ദൈവത്തിന്റെ നല്ല വചനത്തെ ആസ്വദിച്ചു. And you tasted the powers of the kingdom to come. വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ നിങ്ങൾ ആസ്വദിച്ചു. And you partook of the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. John says in 1 John, യോഹന്നാൻ തന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നു, we speak of the word of life. ഞങ്ങൾ ജീവന്റെ വചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. The word of life which we saw. ഞങ്ങൾ കണ്ട ജീവനുള്ള വചനം. The word of life which we heard. ഞങ്ങൾ കേട്ടത്. The word of life which we handled. ഞങ്ങൾ സ്പർശിച്ച വചനം. What is this? All a confusion. ഇതൊരു ആശയക്കുഴപ്പമാണോ? The word of life we saw. ദൈവത്തിന്റെ വചനം ഞങ്ങൾ കണ്ടു. We heard and handled. ഞങ്ങൾ കേൾക്കുകയും തൊടുകയും. You find such expressions many places in the New Testament. ഈ മാതിരി പ്രയോഗങ്ങൾ വേദപുസ്തകത്തിൽ ഉടനീളം നാം കാണുന്നു. You will get confused if you are not born again. നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകാം, നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തികൾ അല്ല എങ്കിൽ. Amen. You know, think of a person who cannot see. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച്. How much of life he is missing. എന്തുമാത്രം ജീവിതമാണ് അദ്ദേഹത്തിനെ നഷ്ടപ്പെടുന്നത്. Just try closing your eyes a whole day ഒരു ദിവസം and trying to live a day. നിങ്ങളുടെ കണ്ണടച്ച് ഒരു ദിവസം മുഴുവൻ ഒന്ന് ജീവിച്ചു നോക്കൂ. Or try plugging your ears and living a day. ചെവി അടച്ചു വെച്ചിട്ട് ഒരു ദിവസം ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ. How much of life you miss with each senses when it is impaired. ഓരോ ഇന്ദ്രിയവും അത് പ്രവർത്തനക്ഷമം അല്ലാതിരിക്കുമ്പോൾ എന്തുമാത്രം ജീവിതമാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. And think, all our senses are impaired. ഒന്ന് വിചാരിച്ചു നോക്കൂ, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമം അല്ല എങ്കിൽ എന്തൊരു ജീവിതമായിരിക്കും അത്. Can you imagine that? In fact, we cannot imagine. It's so scary to imagine that. അത് വളരെ ഭയാനകമായിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. But you know, even if you are born again, when a person is not born again, this is a condition. ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. But now, having born again, എന്നാൽ ഇപ്പോൾ വീണ്ടും ജനിച്ച ശേഷമോ, yet your senses couldn't be developed. അതിനുശേഷവും നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ വികാസം പ്രാപിക്കാത്തതാണ്. Having eyes, yet cannot see. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റുന്നില്ലാത്തത്. Having ears, yet cannot hear. ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ പറ്റാത്തത്. That's a terrible condition. അതൊരു ഭയാനകമായിരിക്കുന്ന അവസ്ഥയാണ്. But this is the spiritual condition of many people. എന്നാൽ വളരെയേറെ ആളുകളുടെയും ആത്മീയ അവസ്ഥ ഇതാണ്. Their spiritual senses are not developed. അവരുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ വികാസം പ്രാപിച്ചിട്ടില്ല. Virtually, they're not much different from people who are not born again. ഒരർത്ഥത്തിൽ
വീണ്ടും ജനിക്കാത്ത വ്യക്തികളിൽ നിന്ന് അവർ വിഭിന്നരല്ല. I've heard people saying, "Oh, I don't understand anything." ചില മനുഷ്യർ പറയാറുണ്ട്, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. It's all big things. I don't understand anything. വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്, എനിക്കൊന്നും പിടികിട്ടണില്ല. It's not the problem with the preacher. അത് പ്രാസംഗികന്റെ കുഴപ്പമല്ല. Brother, it's your problem. ബ്രദർ, അത് നിങ്ങളുടെ കുഴപ്പമാണ്. Sister, it's your problem. സഹോദരി, അത് നിങ്ങളുടെ കുഴപ്പം. What's your problem? എന്താണ് നിങ്ങളുടെ പ്രശ്നം? Your senses are not getting developed. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വീണ്ടും വണ്ണം വളർച്ച പ്രാപിച്ചിട്ടില്ല. You're not able to see the mysteries of the kingdom. ദൈവത്തിന്റെ രാജ്യത്തിന്റെ രഹസ്യങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് കഴിയും. You're not able to hear the mysteries of the kingdom. ദൈവത്തിന്റെ രാജ്യത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് കേൾപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. You're not able to smell and touch and feel the realities of the kingdom. ദൈവത്തിന്റെ രാജ്യത്തിന്റെ യാഥാർത്ഥ്യത്തെ കാണുവാൻ നിങ്ങളുടെ ഘ്രാണശക്തിയോ സ്പർശനശക്തിയോ രുചിയോ പ്രാപ്തമല്ല. So it is so important, as you should be born again, the very same way your senses should be developed. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്നുള്ള കാര്യം എത്ര സുപ്രധാനമായിരിക്കുന്ന കാര്യമാണോ അതേ നിലയിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ വളർച്ച പ്രാപിക്കേണ്ടുന്നതായ കാര്യം. Our spiritual senses should be developed to see what God has given us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിലയിൽ കാണുവാനും അനുഭവിക്കുവാനും തക്കവണ്ണം നമ്മുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ വളർച്ച Our പ്രാപിക്കേണ്ടതുണ്ട്. senses should be developed to see the wonders of the work of God. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ ആത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ വളർച്ച Our പ്രാപിക്കണം. senses should be developed to know the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ വളർച്ച Our പ്രാപിക്കണം. hearing should be developed to hear the sweet voice of Jesus Christ. യേശു കർത്താവിന്റെ മധുര ശബ്ദം ശ്രവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയ കാതുകൾ തുറക്കപ്പെടേണ്ടതുണ്ട്. Yes. 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 It is most important that the spiritual senses of God's people should be developed. ദൈവത്തിന്റെ ജനത്തിന്റെ ആത്മീയ ഇന്ദ്രിയങ്ങൾ വളരേണ്ടത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള കാര്യമാണ്. It is why God's people always walk groping as if in the darkness. ദൈവത്തിന്റെ ജനം എന്തുകൊണ്ടാണ് പലപ്പോഴും ഇരുളിൽ പരതി നടക്കുന്നത് പോലെ നടക്കുന്നത്? Why God is not able to speak to them? എന്തുകൊണ്ടാണ് ദൈവത്തിന് അവരോട് സംസാരിക്കാൻ കഴിയാതെ? Why they don't get conviction? എന്തുകൊണ്ടാണ് അവർക്ക് ബോധ്യങ്ങൾ Why don't they get ലഭിക്കാതെ clarity of life? എന്തുകൊണ്ടാണ് അവർക്ക് ജീവിതത്തെ കുറിച്ചുള്ള കൃത്യത ലഭിക്കാതെ പോകുന്നത്? Your senses need to develop. നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ വളർച്ച പ്രാപിക്കണം. How can your senses develop? എങ്ങനെയാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വളർച്ച പ്രാപിക്കുന്നത്? Plunge into God's call. ദൈവത്തിന്റെ ആ വിളിയിലേക്ക് ഇറങ്ങി ചെല്ലുക. Give yourself totally into the call of God. ദൈവത്തിന്റെ ആ വിളിയിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് നൽകുക. You cannot be half here and half there and your spiritual senses to be developed. പകുതി അവിടെയും പകുതി ഇവിടെയും അങ്ങനെ പോയാൽ നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയ വളർച്ച Get സംഭവിക്കില്ല. immersed into the call of God and the destiny in Christ Jesus. Give into yourself totally. നിങ്ങൾക്കായി ദൈവം വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്കും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ വിളിയിലേക്കും മുങ്ങി താണു ചെല്ലുക. Who has the best sense of share market? ഷെയർ മാർക്കറ്റിലെ കുറിച്ച് ആർക്കാണ് ഏറ്റവും അധികം അറിയാവുന്നത്? It should be the share broker. ഷെയർ ബ്രോക്കർമാർക്കാണ്. Who has the best sense of fishing? മീൻപിടുത്തത്തെ കുറിച്ച് ആർക്കാണ് ഏറ്റവും അധികം അറിയാവുന്നത്? It should be the fisherman. ഈ മുക്കുവർക്കാണ്. Because their mind and heart and life is altogether there. എന്തുകൊണ്ടാണെന്നോ അവരുടെ മനസ്സും ഹൃദയവും അവരുടെ സർവ്വതും അതിൽ തന്നെയാണ് അവർ When you വെച്ചിരിക്കുന്നത്. plunge into the things of God, എന്നാൽ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നാം അങ്ങോട്ട് ഇറങ്ങി your sense of the divine augments നിങ്ങളുടെ ആത്മീയ ബോധം and your spiritual senses develop. നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയം വളർച്ച പ്രാപിക്കുന്നു. Yes. So that's a path to that. And then, അതിനുശേഷം what is
the other way to develop your spiritual senses? മറ്റെന്ത് വഴിയാണ് നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങളെ വളർത്തുവാനായിട്ടുള്ള മറ്റെന്ത് മാർഗമാണുള്ളത്? Exercise yourself to godliness. നിങ്ങളെ തന്നെ അഭ്യസിപ്പിക്കുക, ദൈവഭക്തിയിൽ അഭ്യസിപ്പിക്കുക. Paul says to Timothy, പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, തിമോഥെയോസ്, there are a lot of things in this world, ഈ ലോകത്തിൽ അനേക കാര്യങ്ങളുണ്ട്, but given yourself to godliness. എന്നാൽ നീയോ ദൈവഭക്തിക്കായിട്ട് നിന്നെ തന്നെ നൽകുക. Bring your mind and heart and spirit into exercising to godliness. നിങ്ങളുടെ മനസ്സും ആത്മാവും എല്ലാം ദൈവിക കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. Seek how can be more and more godly. എങ്ങനെ അധികമായിട്ട് ദൈവഭക്തിയിൽ വളരുവാൻ കഴിയും? How can be more and more prayerful. എങ്ങനെ അധികം പ്രാർത്ഥനാനിരതനാവാൻ കഴിയും? How can you take more time to meditation? എങ്ങനെ എനിക്ക് അധികം വചന ധ്യാനത്തിനായിട്ട് How can ചെലവഴിക്കാൻ be more കഴിയും? spiritually disciplined? എങ്ങനെ ആത്മീയമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുവാൻ കഴിയും? Exercise. നിങ്ങളെ തന്നെ അഭ്യസിപ്പിക്കുക. Spiritual development is never automatic. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും സ്വാഭാവികമായി ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന. Years go by, വർഷങ്ങൾ കഴിയണം. many people who claim to have known Jesus are the same with blind eyes and deaf ears. അനേക വർഷങ്ങൾക്ക് ശേഷവും ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്ന പല വ്യക്തികളുടെയും കണ്ണുകൾ ഇപ്പോഴും അന്ധമാണ്. If you are walking with Christ, എന്നാൽ നിങ്ങൾ കർത്താവിനോട് കൂടി നടക്കുമ്പോൾ, if you are seeking the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ you are അന്വേഷിക്കുന്നുവെങ്കിൽ, waiting on God, നിങ്ങൾ ദൈവത്തിനായിട്ട് if you are കാത്തിരിക്കുന്നു, exercising on godliness, നിങ്ങൾ ദൈവഭക്തിയിൽ നിങ്ങളെ your അഭ്യസിപ്പിക്കുന്നു, spiritual senses are bound to develop. നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ നിശ്ചയമായും വളർച്ച പ്രാപിക്കും. And again in Hebrews we read വീണ്ടും എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, of having trained senses, പരിശീലിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നു. trying to know what is of God and what is not of God. ദൈവികമായിരിക്കുന്നത്, ദൈവത്തെ സംബന്ധിച്ചിരിക്കുന്നത് എന്താണ്, ദൈവത്തെ സംബന്ധിച്ചിട്ടുള്ളത് അല്ലാത്തത് എന്താണ് എന്ന് What is തിരിച്ചറിയുന്നു. spiritual and what is human? എന്താണ് ആത്മീകം, എന്താണ് മാനുഷികം, What is human and what is divine? എന്താണ് മാനുഷികം, എന്താണ് ദൈവികം, Learning to differentiate. ഇതിനെ തമ്മിൽ വേർതിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. Praise the Lord. You will develop your spiritual senses. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങളെ വളർച്ച Now പ്രാപിക്കും. I tell you a secret. ഞാൻ നിങ്ങളോട് രഹസ്യം, This is one part of the story. ഇത് ഈ കഥയുടെ ഒരു ഭാഗം This മാത്രമാണ്. is a partial story. ഇതൊരു ഭാഗികമായിരിക്കുന്ന I കഥയാണ്. tell you the bigger picture. നിങ്ങൾക്ക് ആ മുഴുവൻ ചിത്രവും കാണും. What is the bigger picture? എന്താണ് മുഴുവനായിരിക്കുന്ന ചിത്രം? Bring the Holy Spirit into the picture. പരിശുദ്ധാത്മാവിനെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരിക. Bring in Holy Spirit. പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരിക. The Spirit of life ജീവന്റെ ആത്മാവ് can invigorate your spirit. ഈ ജീവന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനെ ഊർജ്ജസ്വലപ്പെടുത്തും. And He can breathe His life into your spirit. എന്നാൽ അവിടുത്തേക്ക് നിങ്ങളുടെ ആത്മാവിൽ അവിടുത്തെ ജീവനെ And ഉച്ഛ്വസിക്കുവാൻ He can energize your spirit. നിങ്ങളുടെ ആത്മാവിനെ ശക്തീകരിക്കുവാൻ കഴിയും. Your spirit can be full of life. നിങ്ങളുടെ ആത്മാവിനെ മുഴുവൻ ജീവൻ ഉണ്ടാകും. You can be a seeing person. നിങ്ങൾക്ക് കാണുന്ന ഒരു വ്യക്തിയാകുവാൻ You can കഴിയും. be a hearing person. നിങ്ങൾക്ക് ഒരു കേൾക്കുന്ന You വ്യക്തിയാകുവാൻ can have കഴിയും. smell and touch and feeling in the spirit. നിങ്ങൾക്ക് മണക്കുവാനും നിങ്ങൾക്ക് രുചിക്കുവാനും നിങ്ങൾക്ക് സ്പർശിക്കുവാനും No കഴിയും one can ആത്മാവിൽ. deceive you. ആരും നിങ്ങളെ കബളിപ്പിക്കത്തില്ല. And yet another thing, let us read from 1 Corinthians. ഒരു കാര്യം കൂടി നമുക്ക് 1 കൊരിന്ത്യരിൽ നിന്ന് വായിക്കാം. Chapter 2 verse 9 and 10. ദൈവം Yeah. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് Ah. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു See, മനുഷ്യന്റെയും. God has prepared things for His people. ദൈവം തന്റെ ജനത്തിന് കാര്യങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. But the natural man has not seen it, has not heard it, and nothing, no thought has gone into his heart. എന്നാൽ ഈ പ്രാകൃത മനുഷ്യൻ അത് കാണുന്നില്ല, Come on, let's അത് read. കേൾക്കുന്നില്ല, Yes. അത് അവന്റെ ഹൃദയത്തിൽ ഒരു ഒരിക്കലും മനുഷ്യന്റെയും തോന്നിയിട്ടുമില്ല. ഹൃദയത്തിൽ Yes. തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ Ah. നമുക്കോ Ah, ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് God has revealed to us by His Spirit. ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. Revealed. വെളിപ്പെടുത്തിയിരിക്കുന്നു.
revealed. വെളിപ്പെടുത്തിയിരിക്കുന്നു. How familiar that word is to you? ആ വാക്ക് നിങ്ങൾക്ക് സുപരിചിതമാണോ? It's not often discussed. ഈ വാക്ക് സാധാരണ ചർച്ച ചെയ്യപ്പെടുന്നതല്ല. Even if you discuss, there won't be debate or discussion on that. ഇനി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താലും അതിനെക്കുറിച്ച് ഒരു വാക്ക് തർക്കം ഉണ്ടാകാറില്ല. We rarely ponder on this word. ഈ വാക്കിനെ നമ്മൾ വളരെ അല്പമായിട്ടേ ധ്യാനിക്കാറുള്ളൂ. But you know, this word is such a powerful word. എന്നാൽ അറിയാമോ ഈ വാക്ക് എത്ര ശക്തിയേറിയ ഒരു വാക്കാണ് എന്ന്? In the Greek, it is told, the word revelation is told as apocalypse. യവന ഭാഷയിൽ വെളിപ്പാട്, ഈ റെവലേഷൻ എന്ന വാക്കിനെ അപ്പോകലിപ്സ് എന്നാണ് പറയുന്നത്. Which means unveiling. അതിന്റെ അർത്ഥം അനാച്ഛാദനം ചെയ്യുക. See, there is a curtain. See, think of a curtain. അവിടെ ഒരു തിരശ്ശീലയുണ്ട്. ഒരു And think തിരശ്ശീലയെ of കുറിച്ച് unveiling. ആ തിരശ്ശീല മാറ്റുന്നത്, That is revelation. അതാണ് അനാച്ഛാദനം. God has given revelation to us in His Spirit. ദൈവം തന്റെ ആത്മാവിൽ നമുക്ക് വെളിപ്പാട് നൽകിയിരിക്കുന്നു. It is a precious word. ഇതൊരു വലിയേറിയ വാക്കാണ്. Very meaningful word. ഇതൊരു It's അർത്ഥസമ്പുഷ്ടമായ a very വാക്കാണ്. spiritual word. ഇതൊരു ആത്മീയ വാക്കാണ്. Has to do with the kingdom mysteries. ഇത് ദൈവിക രഹസ്യങ്ങളോട് ബന്ധപ്പെട്ടതാണ്. This is a word of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിനെ ബന്ധപ്പെട്ട വാക്കാണ്. Hallelujah. Only seers know what revelation is. നാം കാണുന്നവനെ വെളിപ്പാട് എന്താണ് എന്ന് അറിയുവാൻ കഴിയും. Now it is written here, but nobody has seen, nobody has heard, no one has thought about it. ഇവിടെ എഴുതിയിരിക്കുന്നു, ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ആരും ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ല. The natural is blocked into the things of God. ഈ പ്രാകൃതമായിരിക്കുന്നത് ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതാണ്. You need revelation to enter in. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വെളിപ്പാടാണ് ആ തലത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന്. Revelation. വെളിപ്പാട്, Revelation. വെളിപ്പാട്, Revelation. വെളിപ്പാട്. But we rarely take pains to understand that word. എന്നാൽ ഈ വാക്കിനെ ഗ്രഹിക്കുവാൻ നാം ശ്രമിക്കാറില്ല. What is the easy thing? എന്താണ് എളുപ്പമുള്ള കാര്യം? Peep into the spiritual with the natural. ആത്മീയ കാര്യങ്ങളിലേക്ക് പ്രാകൃത തലത്തിൽ നിന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കുക. What will happen? എന്താ സംഭവിക്കുന്നത്? You will have a natural version of the spiritual. എന്ന ആത്മീയ കാര്യങ്ങളുടെ ഒരു പ്രാകൃതമായിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന ഒരു തിരിച്ചറിവേ ഉണ്ടാവുള്ളൂ. A natural version of the spiritual. ഒരു സ്വാഭാവിക പതിപ്പ്, ആത്മീയ കാര്യങ്ങളുടെ ഒരു പ്രാകൃത പതിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. Are you sure you have the spiritual version of spirituality? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളുടെ ആത്മീക പതിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? Or are you having the natural version of the spiritual? അതോ നിങ്ങൾക്കുള്ളത് ആത്മീയ കാര്യങ്ങളുടെ ഒരു സ്വാഭാവികവും പ്രാകൃതവുമായിരിക്കുന്ന പതിപ്പാണ്? I fear most believers carry the counterfeit of the natural in the spiritual. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, അനേക വിശ്വാസികളും ഈ യാഥാർത്ഥ്യമായതിന്റെ ഒരു കള്ള നാണയമാണ് ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന്. Amen. When you see the natural, your leg won't be on the ground. എന്നാൽ നിങ്ങൾ ആത്മീയമായി ഇതിനെ കാണുമ്പോൾ നിങ്ങളുടെ കാലുകൾ നിലത്തുറച്ചിരിക്കുന്നു. Your heart will be buoyant. നിങ്ങളുടെ ശരീരം അത് വളരെ തുള്ളിച്ചാടും. Your life will be on spring. നിങ്ങളുടെ ജീവിതം സ്പ്രിംഗിന്മേൽ പോലെയായിരിക്കും. Your song cannot stop. നിങ്ങളുടെ പാട്ടുകൾ തീർന്നു പോകുന്നില്ല. You will be an excited person. നിങ്ങൾ വളരെ ആവേശമുള്ള ഒരു വ്യക്തിയായിരിക്കും. But when you have the natural, എന്നാൽ നിങ്ങൾ പ്രാകൃത തലത്തിലായിരിക്കുമ്പോൾ it doesn't thrive your spirit. അത് നിങ്ങളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നില്ല. Make sure you have the spiritual. നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ വാസ്തവത്തിൽ ആത്മീയമായത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന്.
When you see only the natural, നിങ്ങൾ സ്വാഭാവികമായതിനെ മാത്രം കാണുമ്പോൾ what you have is a form of spirituality. നിങ്ങൾക്ക് ഒരു പുറമേയുള്ള ആത്മീയതയാണുള്ളത്. You won't have the power and reality of the spiritual. നിങ്ങൾക്ക് ആത്മീയമായതിന്റെ ശക്തി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. What does spirituality have? ആത്മീയതയ്ക്ക് എന്താണുള്ളത്? Power. ശക്തി. Power. ശക്തി. Power. ശക്തി. You can stand those situations. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ നിൽക്കുവാനാവും. You can talk to adversities. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികൂലങ്ങളോട് സംസാരിക്കുവാൻ കഴിയും. In the midst of difficulty, you can take it as an opportunity. എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അതിനെ ഒരു അവസരമെന്ന് കണ്ട് മുന്നോട്ട് Through everything, your spirit shall be thriving. അവിടെയാണ് നിങ്ങളുടെ ആത്മാവ് ഉത്തേജിപ്പിക്കപ്പെട്ടു പോകുന്നത്. And your spirit will always confess, I am a conqueror. നിങ്ങളുടെ ആത്മാവിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു പ്രസ്താവന ഉണ്ടായിരിക്കും. What may come on my way? What may come on my way? എന്തെങ്കിലും എന്തും എന്റെ വഴിയിൽ വന്നോട്ടെ. I will go on. ഞാൻ തുടർന്ന് I will go on. ഞാൻ മുന്നോട്ട് I will go on. മുന്നോട്ട് I will serve the Lord. കർത്താവിനെ സേവിക്കും. That is spirituality with power അതാണ് ശക്തിയുള്ള ആത്മീയത. and reality. അതാണ് യാഥാർത്ഥ്യം. But when we have just spiritual models, എന്നാൽ നിങ്ങൾക്ക് ആത്മീയ മോഡൽസ് മാത്രമുള്ളപ്പോൾ he will claim, I am true, what I do is right, and this and that. He go on claiming. നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കും, ഞാൻ അത് ചെയ്തു, ശരിയാണ് ചെയ്തെന്ന് അവകാശപ്പെട്ടു. Perhaps you may be trying to convince others. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ But you ശ്രമിച്ചുകൊണ്ടിരിക്കും. don't have the reality and the power of spirituality. എന്നാൽ നിങ്ങൾക്ക് ആത്മീയതയുടെ യാഥാർത്ഥ്യവും ശക്തിയും ഉണ്ടായിരിക്കത്തില്ല. Amen. 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 We shouldn't be satisfied by a natural spirituality. ഒരു പ്രാകൃത ആത്മീയത കൊണ്ട് നാം തൃപ്തിപ്പെട്ടു പോകരുത്. Brother, sister, Christ came and gave his life for you, not to give you something cheap and natural. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ജീവനെ നൽകിയത് സഹോദര സഹോദരി വളരെ ചീപ്പായിരിക്കുന്ന വിലയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയല്ല. He gave his life to give you something original, divine and heavenly. അവിടുന്ന് തന്റെ ജീവനെ നൽകിയത് വളരെ യാഥാർത്ഥ്യമായതും സ്വർഗീയമായതും നിങ്ങൾക്ക് നൽകുവാനാണ്. Hey, praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. I walk in a lost world. ഞാൻ ജീവിക്കുന്നത് നടക്കുന്നത് ഒരു നഷ്ടപ്പെട്ട I walk in a dark world. ഞാൻ നടക്കുന്നത് ഒരു ഇരുണ്ട I ലോകത്തിൽ. live in a meaningless world. ഞാൻ ജീവിക്കുന്ന ഒരു അർത്ഥമില്ലാത്ത But ലോകത്താണ്. here is a man of reality. എന്നാൽ ഇവിടെ ഇതാ ഒരു യാഥാർത്ഥ്യം. Here is a man who can see. ഇതാ ഒരു മനുഷ്യൻ കാണാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. Here is a man who can overcome. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ അതിജീവിക്കുവാൻ കഴിയുന്നവൻ. Here is a man who praises through difficulties. ഇതാ ഒരു മനുഷ്യൻ തന്റെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവൻ. You need revelation. നിങ്ങൾക്ക് വെളിപ്പാട് ആവശ്യം. Unless you have revelation, നിങ്ങൾക്ക് വെളിപ്പാടില്ല എങ്കിൽ you won't see നിങ്ങൾ കാണുകയില്ല. the free love, the love God has bestowed on us freely. ആ സൗജന്യമായി നൽകിയ ചൊരിഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങൾ കാണത്തില്ല. Unless you have revelation, നിങ്ങൾക്ക് വെളിപ്പാടില്ല എങ്കിൽ you cannot see the things God has given you freely. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൗജന്യമായി നൽകിയിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ. If you don't have revelation, you will not see your glorious position. നിങ്ങൾക്ക് വെളിപ്പാടില്ല എങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹനീയമായിരിക്കുന്ന പദവിയെ നിങ്ങൾ കാണത്തില്ല. Your position, your privilege, your call, your destiny. നിങ്ങളുടെ വിളി, നിങ്ങളുടെ പദവി, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. Hallelujah. 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 When you see reality, you find rejoicing people. നിങ്ങൾക്ക് യാഥാർത്ഥ്യമുള്ളപ്പോൾ ഞാൻ സന്തോഷിക്കുന്ന ജനത്തെയാണ് കാണുന്നത്. Hallelujah. 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 Don't think you go and give a tract and with a long face you speak, you know Jesus died on Calvary, you should be saved. Nobody is going to listen to you. നിങ്ങളൊരു മൗനം ഒരു മങ്ങിയ മുഖത്തോടെ വാടിയ മുഖത്തോടെ കൊണ്ടുപോയി ഒരു സുവിശേഷ ലഘുലേഖ നൽകിയിട്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആര് നിങ്ങളെ വിശ്വസിക്കും? I've gone to rich people. ഞാൻ ധനികരായിരിക്കുന്ന അടുക്കലേക്ക് പോയിട്ടുണ്ട്. They have told me you have something
which I don't have. അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കില്ലാത്ത എന്തോ നിങ്ങൾക്കുണ്ട് എന്ന്. I've been in working professional situations. ഞാൻ ജോലി കാര്യങ്ങളിൽ ഇടപെടുന്ന സമയമുണ്ടായിരുന്നു. They have told me there is something different in you which we don't have. അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ എനിക്കില്ലാത്ത എന്തോ ഉണ്ട്. Doctrine is not enough. ഉപദേശം മാത്രം, Church affiliation is not enough. ഒരു സഭയിൽ അംഗമാകുന്നത് മാത്രം പോരാ. Good life is not enough. ഒരു നല്ല ജീവിതം മാത്രം You പോരാ. need revelation. നിങ്ങൾക്ക് വെളിപ്പാട് You need to ആവശ്യമാണ്. see. നിങ്ങൾ You കാണണം. need to see your call. നിങ്ങൾ നിങ്ങളുടെ വിളിയെ കാണണം. Hallelujah. ഹല്ലേലൂയ. Born from heaven, സ്വർഗ്ഗത്തിൽ നിന്ന് ജനിക്കണം. containing the life of God, ദൈവത്തിന്റെ ജീവൻ ഉൾക്കൊള്ളണം. having the spirit of Christ, ദൈവത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളണം. having the reality of the unseen. കാണാത്ത കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഉണ്ടാവേണം. Amen. ആമേൻ. Amen. This is God's people. ഇതാണ് ദൈവത്തിന്റെ ജനം. Revelation. വെളിപ്പാട്. You know how the New Testament came into existence? നിങ്ങൾക്കറിയാമോ പുതിയ നിയമം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? It came out of Old Testament. അത് പഴയ നിയമത്തിൽ നിന്നാണ് ഉളവായി വന്നത്. How did New Testament evolve out of Old Testament? എങ്ങനെയാണ് പുതിയ നിയമം പഴയ നിയമത്തിൽ നിന്ന് ഉളവായി വന്നത്? God gave revelation to the authors. ദൈവം തൻ്റെ വെളിപ്പാടുകളെ ഗ്രന്ഥകർത്താക്കൾക്ക് നൽകി. This book is a book of revelation. ഈ പുസ്തകം വെളിപ്പാടിന്റെ ഒരു പുസ്തകം. Only with revelation you can understand this book. ഈ പുസ്തകം മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് വേണം. Revelation is a key to spirituality. വെളിപ്പാട് ആത്മീയതയുടെ താക്കോലാണ്. Oh, what a tragedy. എന്തോ ഒരു ദുരന്തം. We are so meeting dependent. നമ്മൾ സഭായോഗങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. So dependent on that. And we are so preacher dependent. നമ്മൾ പ്രാസംഗികരെ ആശ്രയിക്കുന്നവരാണ്. If you don't have meeting for 2 weeks, gone. നമുക്ക് 2 ആഴ്ച സഭായോഗമെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാം തീർന്നു. It's 2 weeks starving. 2 ആഴ്ചകൾ. And people have weekday meeting, ആളുകൾക്ക് ഇടയോഗങ്ങളുണ്ട്, Sunday meeting, ഞായറാഴ്ച not യോഗങ്ങളുണ്ട്. just in their church. അവരുടെ സഭയിൽ They മാത്രമല്ല, go around meeting after meeting and preacher after preacher. അവർ സഭായോഗങ്ങളെയും പ്രാസംഗികരെയും മാറി മാറി സന്ദർശിക്കുന്നു. And at the end, it makes no much difference. എല്ലാറ്റിനു ശേഷം ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. Yes, praise the Lord. Praise the The Lord said, കർത്താവ് പറയുന്നു, praise the Lord, Father. കർത്താവേ, ഞാൻ അവിടുത്തേക്ക് സ്തോത്രം കരയറ്റുന്നു. You have hid these things from the wise and the prudent. ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും അവിടുന്ന് ഈ കാര്യങ്ങളെ മറച്ചു And വെച്ചു. you have revealed it to these babes. ഈ ശിശുക്കൾക്ക് അവിടുന്ന് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. Ha! Ha! Brothers, sisters, എന്റെ സഹോദര you should സഹോദരി, know one thing. നിങ്ങൾ അറിയണം, A clever mind is not good in the things of God. ഒരു ചാതുരിയുള്ള മനസ്സ് ദൈവിക കാര്യങ്ങളിൽ പ്രാഗൽഭ്യമുള്ളത്. You should also recognize നിങ്ങൾ ഇത് കൂടി തിരിച്ചറിയണം. the natural is important to produce anything spiritual. പ്രാകൃതമായിരിക്കുന്നത് ആത്മീയമായിരിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നതിൽ അതിന് ശക്തിയില്ല. Approach the things of God with great fear. ദൈവിക കാര്യങ്ങളെ അതീവ ഭയത്തോടെ As സമീപിക്കുക. Moses was told, take away your sandals. നിങ്ങൾ അടുത്ത് വരുമ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ കാലിലെ ചെരുപ്പിനെ അഴിച്ചു മാറ്റുക. Approach the things of God with deep humility. ദൈവിക കാര്യങ്ങളോട് അതിവിനയത്തോടെ സമീപിക്കുക. I've seen brothers and sisters who are so eloquent about the things of God. ദൈവിക കാര്യങ്ങളെ കുറിച്ച് വാക്ചാതുര്യത്തോടെ സംസാരിക്കുന്ന അനേകരെ ഞാൻ I കണ്ടിട്ടുണ്ട്. know one thing. എനിക്കൊരു കാര്യം There അറിയാം, are people without revelation. അവർ വെളിപ്പാടില്ലാത്ത People with മനുഷ്യർ. revelation വെളിപ്പാടില്ലാത്ത are very മനുഷ്യർ. careful about talking, bringing their opinions. വെളിപ്പാടുള്ള ജനം തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും സംസാരിക്കുന്നതിലും വളരെ ശ്രദ്ധാലുക്കളാണ്. Amen. ആമേൻ. Amen. ആമേൻ. People who fear God and are humble before God, ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിന് മുമ്പാകെ വിനയമുള്ളവരും, who are circumcised in their heart. അവരുടെ ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവരും,
who have learned to kneel before God. ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ പഠിച്ചവരും. I have often confessed, Lord, ദൈവസന്നിധിയിൽ ഞാൻ അനേക തവണ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, I am blind, Lord, without your light. ദൈവമേ ഞാൻ അന്ധനാണ്, എനിക്ക് അവിടുത്തെ വെളിച്ചം വേണം. I've confessed before, Lord, ഞാൻ ദൈവമുമ്പാകെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, I am a fool apart from your wisdom. അവിടുത്തെ ജ്ഞാനത്തിൽ നിന്ന് മാറിയാൽ ഞാനൊരു വെറും വിഡ്ഢിയാണ്. Amen. God's people need revelation. ദൈവത്തിന്റെ ജനത്തിന് ആവശ്യമായിരിക്കുന്നത് വെളിപ്പാടാണ്. We have those things have been revealed to us by the Holy Spirit. നാം വായിച്ചത് പരിശുദ്ധാത്മാവിനാൽ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. Revelation is a prerogative of the Holy Spirit. വെളിപ്പാട് എന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു അവകാശമാണ്. Walk close to him. അവിടുത്തോട് ചേർന്ന് നടക്കുക. Depend on him. അവിടുത്തെ ആശ്രയിക്കുക. Learn to be silent. മൗനമായിരിക്കാൻ Learn പഠിക്കുക. to listen to the Holy Spirit. പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുവാൻ പഠിക്കുക. Subject to him. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. Obey him in everything. പരിശുദ്ധാത്മാവിനെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുക. Be under the ministration of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ കീഴിലായിരിക്കുക. Amen. 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 You think there is a difference in walking with the Holy Spirit? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന്? When you walk with the Holy Spirit, others will recognize. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് കൂടി നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് അനുഭവവേദ്യമാകും. Make Holy Spirit central to your life. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കുക. Let him show you. പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിച്ചു Let him തരട്ടെ. talk to you. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. Let the communion of the Holy Spirit be with you always. പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം, കൂട്ടായ്മ നിങ്ങളോട് കൂടി എപ്പോഴും My ഉണ്ടായിരിക്കും. best presence, my best companion. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, എൻ്റെ ഏറ്റവും നല്ല സാന്നിധ്യം. I never say I'm lonely. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഏകനാണ്. That's my best time. എൻ്റെ ഏറ്റവും നല്ല I സമയം. can freely talk to the Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവിനോട് വളരെ സ്വതന്ത്രമായി I സംസാരിക്കണം. can express myself to him. എന്നെ പൂർണ്ണമായിട്ട് അവിടുത്തോട് വെളിപ്പെടുത്തുവാൻ പറ്റും. My life is glorious. എൻ്റെ ജീവിതം മഹത്വപൂർണ്ണമാണ്. I want your life to be glorious. നിങ്ങളുടെ ജീവിതം അപ്രകാരം ഗ്ലോറിയസ് ആകുവാൻ, മഹത്വപൂർണ്ണമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Be born again. വീണ്ടും ജനിക്കുക. Develop your spiritual senses. നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങളെ വളർച്ച പ്രാപിപ്പിക്കുക. Be a person of revelation. നിങ്ങൾ ഒരു വെളിപ്പാടിന്റെ മനുഷ്യനായി. Know the Holy Spirit. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. This life is simply exciting. Glory be to God. ഈ ജീവിതം വളരെയേറെ ആവേശകരമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Amen. Amen. Treasures of Darkness. Pastor Raju Ebenezer's latest book, originally published in the United States, is now published in India. Do you yearn for a closer walk with God? Do you long to serve God more fruitfully? Do you go through difficult times? If so, this book is for you. The book is being made available at all major Christian bookshops of India. It is also available at Amazon.in and RajuEbenezer.com. You may also call 0984 6598 704.